ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അബൂനാസ് ഹോം. ഇന്നത്തെ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് ഒരു പാത്രം നിങ്ങളെ പരിചയപ്പെടുത്താം. വീട്ടിൽ ഉമ്മാമാരെപ്പോഴും എടുത്തു വെക്കുന്ന ഗസ്റ്റ് വരുമ്പോഴത്തേക്കും എടുക്കാനായിട്ട് പുതിയ പാത്രങ്ങൾ. അത് കുറേ വർഷം ചിലപ്പോൾ ഇരിക്കും, ചിലത് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എടുക്കും. ഇത് ഞാൻ ഈ വീട്ടിൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണണം. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഏതൊരു പയ്യൻ വന്നപ്പോഴത്തേക്കും മേടിച്ച് വെച്ചാണെന്ന്. കാണാൻ നല്ല രസമുണ്ട്. ഇങ്ങനെ ഒരു അടപ്പൊക്കെ ഇട്ടിങ്ങനെ തുറന്ന് വേണ്ട കാടമുട്ട. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാടമുട്ട ബജിയാണ്. 4 മണി പലഹാരത്തിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കാടമുട്ട ബജി. അപ്പോൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് വേറെ സംഭവം കൂടിയുണ്ട്. ഇന്ന് അനിയനുണ്ടായിരുന്നു, അനിയനായിട്ട് ഇടിയായിരുന്നു ഇവിടെ. ഇന്ന് കാടമുട്ട ബജി വേണോ, ഞാൻ പറഞ്ഞു കാടമുട്ട മസാല വേണമെന്ന്. അങ്ങനെ ലാസ്റ്റ് അനിയന്മാരല്ലേ, അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മളങ്ങ് മാറിക്കൊടുത്ത് കാടമുട്ട ബജി നമുക്ക് തയ്യാറാക്കാം. അതിൻ്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം. മുട്ട ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റാം. പൊട്ടാതെ ശ്രദ്ധയോടെ വേണം ചെയ്യാനായിട്ടത്. അടുപ്പ് കത്തിച്ച് നമുക്ക് മുട്ട പുഴുങ്ങാൻ വെക്കാം. പുഴുങ്ങാൻ വെച്ച മുട്ടയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലൊരു മുട്ട പൊട്ടിയിട്ടുണ്ട്. അത് എങ്ങനെ പൊട്ടിയെന്ന് എനിക്കറിയില്ല. അതിങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ അതിനകത്തുള്ള ആ വെള്ളം ഇങ്ങനെ വന്നിങ്ങനെ പൊങ്ങി നിൽക്കും. അങ്ങനെ നമ്മുടെ മുട്ട ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു തണുത്ത വെള്ളത്തിലേക്ക് മുട്ട മാറ്റാം. നമ്മൾ ഈ ചൂടുവെള്ളത്തിൽ നിന്ന് മാറ്റി തണുത്ത വെള്ളത്തിലേക്ക് ഇടുമ്പോൾ നമുക്കിത് പൊളിച്ചെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാവരും ചെയ്യുന്ന ടെക്നിക്കാണ്. ആ ഒരു ടെക്നിക്ക് ഞാനും ഇവിടെ ഫോളോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാടമുട്ട ബജിക്കുള്ള മാവ് തയ്യാറാക്കാം. ആദ്യമേ തന്നെ കടലമാവ് ഇടാം. കുറച്ച് മൈദ, അരിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, സാദാ മുളക് പൊടി, കാശ്മീർ മുളക് പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഈ ബജി മസാലയിൽ നമ്മൾ ചേർക്കുന്ന വെള്ളത്തിനനുസരിച്ചിരിക്കും ഇതിൻ്റെ കൃത്യമായ ടെക്സ്ചർ വരുന്നത്. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ നമ്മുടെ ബജിയുടെ മസാല സെറ്റായി. ഇനി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്ത് നമ്മൾ ഇതേപോലത്തെ മസാലകളൊക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ കൂടും. പെട്ടെന്ന് എടുത്താൽ വിശപ്പിൻ്റെ ഇതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ചിലപ്പോൾ അധികം നേരമൊന്നും വെക്കില്ല, പെട്ടെന്ന് തന്നെ പൊരിച്ചെടുത്തങ്ങ് കഴിക്കും. ഇനി നമുക്ക് കാടമുട്ട പതിയെ പൊളിച്ചെടുക്കാം. നമ്മൾ സാധാ മുട്ട പൊളിക്കണ പോലെയല്ല, ഇത് ഇച്ചിരി പാടാണ് പൊളിക്കാനായിട്ട്. എന്തോ ഭാഗ്യത്തിന് ആദ്യത്തെ മുട്ട നല്ല കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഒരു എക്സ്പേർട്ടൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചാൽ മൊത്തത്തിൽ ഒറ്റയടിക്കിങ്ങനെ പോരും. അങ്ങനെ ഓരോ മുട്ട പൊളിച്ച് വന്നപ്പോഴത്തേക്കും ഞാനും എക്സ്പേർട്ടായി. ഇത് കണ്ടോ, സിമ്പിളായിട്ട്. ആഹാ, അടിപൊളി. എക്സ്പേർട്ടൊക്കെ ആയെന്ന് പറഞ്ഞാൽ ഇത് കണ്ട വീണ്ടും പഴയ പോലെ ആയിട്ട. എന്താണെങ്കിലും അധികം പോകാതെ കിട്ടിയല്ല. ചൂടായി വന്ന ചീനച്ചട്ടിയിലൊക്കെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ ബജി മസാല നമ്മൾ ഈ മുട്ടയിൽ പിടിക്കാൻ നമുക്കൊന്ന് ഇങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കാം. ഇങ്ങനെ ഓരോന്നിട്ട് കൊടുത്ത് നല്ലപോലെ മുക്കിയെടുക്കുക.
ഇനി ഇടയ്ക്ക് ഇത് നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡും മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റാം. അങ്ങനെ നല്ല കിടിലം ബ്രൗൺ കളറിൽ നമ്മുടെ മുട്ട ബജി റെഡിയായി. കാടമുട്ട ബജി. ഓരോന്ന് നമുക്കിതിങ്ങനെ പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ കാടമുട്ട ബജി ഇവിടെ ഇത് റെഡിയായി. ഇനി ഇതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്കൊന്ന് വേപ്പിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വേപ്പിലിങ്ങനെ എടുത്ത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാം അല്ലേ? എല്ലാവരും ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യണമെങ്കിൽ നോക്കിയിരിക്കുകയാണ്. സോസിലിങ്ങനെ മുക്കി. വാവ്, നല്ലപോലെ ക്രിസ്പി ആയിട്ടുണ്ട്. ഇതിൻ്റെ ക്രിസ്പിനെസ്സാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും അതുപോലെ നമ്മുടെ ചാനലിന് വേണ്ട എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.